മലയോര സമരയാത്രയുടെ തുടർച്ചയായി ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വന്യജീവി ആക്രമണങ്ങളിൽ ജനം പൊറുതിമുട്ടുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് സനീഷ് കുമാർ ജോസഫ് MLA. ജനങ്ങളുടെ ജീവനും സ്വത്തും ആക്രമിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ പകച്ചു നിൽക്കുകയാണ്. മലയോര സമരയാത്രയുടെ തുടർച്ചയായി ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. UDF ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷനായി. കൺവീനർ OS ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മെച്ചേരി, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി C, UDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ BA അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. അതിനെതിരെയുള്ള ഒരു ശക്തമായ ജനരോഷമാണ് നിരവധി തവണ ഇവിടെ UDFിന്റെ നേതൃത്വത്തിൽ മലയോര സംരക്ഷണ ജാഥ നടത്തി ഈ വിഷയങ്ങളെല്ലാം ഗവൺമെന്റിന് മുമ്പിൽ കൊണ്ടുപോകും. ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ ഈ പ്രയാസങ്ങൾ മുഴുവൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുപോകും. പക്ഷെ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ പറ്റി നിൽക്കുകയാണ്. ഒരു വർഷം 2000 കോടി രൂപയെങ്കിലും ഇന്ന് ഈ മനുഷ്യ വന്യമൃഗ സംരക്ഷണം അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ ഇന്ന് 2000 കോടി രൂപയെങ്കിലും ബഡ്ജറ്റിൽ വകയിരുത്തണം. തുച്ഛമായ തുകയാണ്. 34 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇവിടെ ഇതിനു വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തത്. എന്നാൽ കേവലം 14 കോടി രൂപ മാത്രമാണ് ഈ ഗവൺമെന്റ് ചെലവഴിച്ചത്. അപ്പോൾ ബഡ്ജറ്റിൽ വകയിരുത്തുന്ന തുക പോലും ചിലവഴിക്കാത്ത ഒരു ഗവൺമെന്റ്. അപ്പൊ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് പുല്ലുവിലയാണ് മനുഷ്യജീവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലം